ഫെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാടിന് കേന്ദ്ര സഹായം 944 കോടി രൂപയാണ് അനുവദിച്ചത്. കേന്ദ്ര സംഘം ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സഹായം അനുവദിച്ചത്. അന്തിമ റിപ്പോർട്ട് നൽകിയ ശേഷം കൂടുതൽ തുക അനുവദിക്കുന്നത് പരിഗണിക്കും. ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, എന്താണെങ്കിലും അടിയന്തരമായ ധനസഹായം തമിഴ്നാടിന് ലഭിച്ചിരിക്കുന്നു. 944 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ? സംഗീത 9,444.8 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അത് സ്റ്റേറ്റിന്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതമായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ കേന്ദ്ര സഹായം ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ തുക അനുവദിച്ചിരിക്കുന്നത് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പ്രത്യേക സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്ര വിഹിതമായിട്ടാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക പാക്കേജ് ആയിട്ടില്ല എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടി വരും. കാരണം ഈ കാര്യത്തിൽ തമിഴ്നാട് 2,400 കോടി രൂപയാണ് പ്രാഥമിക സഹായമായി ആവശ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 9,444.8 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ പുതുച്ചേരി സർക്കാർ 600 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായ ഒരു സൂചനയാണ് നൽകുന്നത്. തമിഴ്നാടിന് വളരെ പ്രത്യേകതയോടെ തന്നെ ഉടൻ തന്നെ തുക അനുവദിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഫെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ദുരന്തം അനുഭവിക്കുന്നവരെ പുനരധിവാസിക്കാൻ അവർക്ക് സഹായം നൽകാനും എന്ന് കേന്ദ്ര ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുക തമിഴ്നാട് സർക്കാരിന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും അതേപോലെ ദുരന്തം അനുഭവിക്കുന്നവർക്ക് സഹായിക്കാനും ഉപയോഗിക്കാൻ കഴിയും. 9,444.8 കോടി രൂപ എന്നത് പകുതി തമിഴ്നാട് ആവശ്യപ്പെട്ടതിന്റെ പകുതിയോളം തുക ലഭിച്ചു എന്ന് നമുക്ക് പ്രാഥമികമായി ലഭിച്ചു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. തമിഴ്നാടിന്റെ സമ്മർദ്ദം കൂടി ഇതിൽ ഫലം കണ്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഫെഞ്ചൽ ചുഴലിക്കാറ്റ് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് തന്നെ, അതായത് 60 മണിക്കൂറിനിടക്ക് തന്നെ ഇത്രയും തുക അനുവദിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതേ സംബന്ധിച്ചോളം തന്നെ ഈ തുക ചുഴലിക്കാറ്റിന് ബാധിച്ചവർക്ക് ഉപയോഗിക്കാം, പുനരധിവാസത്തിനും അതേപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നുകൂടി കേന്ദ്ര സർക്കാർ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഉത്തരവാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവായി നിലനിൽക്കുന്നത്. ഈ സഹായം തമിഴ്നാടിന് പുനരധിവാസത്തിനും ഉപയോഗിക്കാം, മാനദണ്ഡങ്ങൾ ബാധകമല്ല എന്ന രീതിയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. സംഗീത, തീർച്ചയായും ശരത്ത പറഞ്ഞതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തുക അനുവദിച്ചിരിക്കുന്നു. അവർ ആവശ്യപ്പെട്ടതിന്റെ പകുതിയോളം തുക തന്നെ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മൾ കേരളത്തിൽ ദുരന്തങ്ങൾ കണ്ടതാണ്. നമ്മളിപ്പോഴും ഈ കേന്ദ്ര സഹായം സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഫെഞ്ചലിൽ ഇപ്പോൾ കേന്ദ്ര സഹായം തമിഴ്നാടിന് ലഭിച്ചിരിക്കുന്നത്. ശരത്ത് മുൻപ് സൂചിപ്പിച്ചതുപോലെ എന്ത് സമ്മർദ്ദമാണ് ഇക്കാര്യത്തിൽ തമിഴ്നാട് കേന്ദ്രത്തിൽ ചെലുത്തിയത്? എന്ത് രീതിയിൽ ഒരു നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്? സംഗീത, രാവിലെ തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വിളിക്കുകയും അതേപോലെ തന്നെ മുഴുവൻ എംപിമാരും പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുകയും പാർലമെന്റിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് ഫെഞ്ചൽ ചുഴലിക്കാറ്റ് നടന്ന് 2 ദിവസത്തിന് മുമ്പേ അന്നേ ദിവസം തന്നെ ഇത് വെച്ച് സമ്മർദ്ദം തമിഴ്നാട്ടിൽ നിന്നുള്ള എംപിമാർ നടത്തിയിരുന്നു. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മുഴുവൻ എംപിമാരും പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദമാണ് തമിഴ്നാട് കേന്ദ്രത്തിന്മേൽ നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ വളരെ കൃത്യമായി രേഖാമൂലം നൽകുകയും ചെയ്തിരുന്നു. കാരണം ഇപ്പോൾ ഫെഞ്ചൽ ചുഴലിക്കാറ്റിൽ ആവശ്യം വേണ്ട പുനരധിവാസമാണ്, നഷ്ടപരിഹാരമാണ്. ഇത് ചെയ്യാൻ വേണ്ടി കേന്ദ്രത്തിന് പ്രത്യേക ഉത്തരവ് വേണം. ആ ഉത്തരവാണ് ഇപ്പോൾ സംസ്ഥാന ദുരിത നിവാരണ ഫണ്ടിലേക്ക് തുക അനുവദിച്ചപ്പോഴും അതിൽ ഈ പുനരധിവാസവും അതേപോലെ തന്നെ നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവും കൂടി അതിന്റെ കൂടെ തമിഴ്നാടിന് ലഭ്യമായത്. ഈ തുക കൊണ്ട് തന്നെ തമിഴ്നാടിന് എത്രയും പെട്ടെന്ന് തന്നെ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതാണ് സംഗീത നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ശരത്, അതുപോലെ കേന്ദ്ര സംഘം ആദ്യം സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തമിഴ്നാട് ആവശ്യപ്പെട്ട പോലുള്ള കാര്യങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണോ കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്? ഈ ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ ആണല്ലോ ഈ തുക സഹായം അനുവദിച്ചിരിക്കുന്നത്. ഈ അന്തിമ റിപ്പോർട്ട് ഇനി സമർപ്പിക്കുന്ന മുറയ്ക്ക് തന്നെ ബാക്കി തുക കൂടി അനുവദിക്കും. അതായത് 2,400 കോടിയുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെ അനുമാനിക്കാമോ? സംഗീത, അങ്ങനെ നമുക്ക് സംഗീത പറഞ്ഞ പോലെ അനുമാനിക്കാനുള്ള അവസരം ഒരു
ഇതാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഉത്തരവ് കാണിക്കുന്നത്. കാരണം തമിഴ്നാട് ആവശ്യപ്പെട്ട തുക അത് എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഉത്തരവാണ് കേന്ദ്രത്തിൽ നിന്ന് തമിഴ്നാടിന് അനുകൂലമായി ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ഓർക്കണം സംഗീത, തമിഴ്നാട്ടിലേക്ക് ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും പോയിട്ടില്ല. സാധാരണ ഒരു ജോയിന്റ് ഗ്രൂപ്പ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ മന്ത്രിതല ഉപസമിതി പോലും പോയിട്ടില്ല. ഉദ്യോഗസ്ഥ തല സംഘം മാത്രമാണ് അവിടെ പോയത്. അവരുടെ പ്രാഥമിക റിപ്പോർട്ട് അടിസ്ഥാനത്തിലാക്കിയാണ് ഈ 60 മണിക്കൂറിനുള്ളിൽ ഇത്രയും തുക അനുവദിക്കപ്പെട്ടത്. ഇനി അവരുടെ അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികവും തമിഴ്നാടിന് 2500 കോടി രൂപ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള എംപിമാർ പറയുന്നത്. അതായത് സമയത്ത് സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടാനുള്ള തമിഴ്നാടിന്റെ മിടുക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഒരു ദുരന്തമുണ്ടായാൽ എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്ര സഹായം എങ്ങനെ നേടിയെടുക്കാം എന്നത് തമിഴ്നാട് എംപിമാരും തമിഴ്നാട് സർക്കാരും നമുക്ക് മുമ്പിൽ തെളിയിച്ചു തന്നിരിക്കുകയാണ് സംഗീത. തീർച്ചയായും ശരത്ത്, എന്താണെങ്കിലും കേരളത്തിന് കൂടി ഇക്കാര്യം മാതൃകയാക്കാവുന്ന കാര്യം കൂടിയാണ്. എത്തരത്തിലാണ് ഈ സമ്മർദ്ദങ്ങളൊക്കെ നീങ്ങുന്നെന്നുള്ള കാര്യം. എന്നാണെങ്കിലും ഫെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാടിന് കേന്ദ്ര സഹായം ലഭിച്ചിരിക്കുന്നു. 944 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ വരും ദിവസങ്ങളിലും ഇക്കാര്യത്തിലെ അന്തിമ റിപ്പോർട്ട് നൽകുന്ന പക്ഷം കൂടുതൽ തുക കൂടി അനുവദിക്കുമെന്നാണ് ശരത്ലാൽ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.